പറയാനാ ഞാൻ നിന്നെ വിളിച്ചത്. എല്ലാം കേട്ടാ നീ പറയും അമ്മയുടെ പക്ഷത്താണ് ന്യായമെന്ന്. എന്നിട്ട് എന്തിനാ ഈ വൈകിയ നേരത്തെ സ്വയം ന്യായീകരിച്ചിട്ട് എന്തിനാ? ഒന്ന് പറയാം, എന്റെ മുന്നിൽ നിങ്ങൾ ന്യായീകരിക്കപ്പെടില്ല ഒരിക്കലും. കുട്ടിപ്രായത്തിൽ അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോഴെല്ലാം വിലപിടിപ്പുള്ള കളിപ്പാട്ടങ്ങളാ അച്ഛൻ എനിക്ക് വാങ്ങിത്തന്നത്. അതങ്ങനെ വളർന്നു കളിപ്പാട്ടങ്ങളുടെ വലിയൊരു കൊടുമുടിയായി മാറി. അമ്മ എന്നാൽ വാങ്ങാനും വിൽക്കാനും വെച്ച വെറുമൊരു കളിപ്പാട്ടമാണ് എനിക്ക്. നിങ്ങൾക്കറിയാമോ എന്തോ, എന്റെ ബിസിനസ് അതാണ്. ട്രിവാൻഡ്രത്തടക്കം 3 ഡിസ്ട്രിക്റ്റുകളിൽ എനിക്ക് ടോയ് ഷോപ്പുണ്ട്. അമ്മയില്ലാത്ത കുട്ടികൾക്ക് ഡിസ്കൗണ്ട് റേറ്റിലാണ് ബിസിനസ്. എന്റെ അമ്മ സങ്കല്പം അതാണ്. അതുകൊണ്ട് കൂടുതൽ വർണ്ണനകളൊന്നും വേണ്ട. മോന് എന്റെ പക്ഷം കേൾക്കണ്ടേ? നിന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഓ, തെറ്റുകളിലെല്ലാം ഉത്തരവാദിത്വം അച്ഛനാണല്ലോ അല്ലേ? സത്യമാണത്. ഞാനല്ല നിന്നെ ഉപേക്ഷിച്ചത്. നിന്റെ അച്ഛൻ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി. നിർത്ത്. ഞാനിത് പ്രതീക്ഷിച്ചതാ. ഐ എം വെരി സോറി. എന്റെ അച്ഛനെ കുറിച്ച് കുറ്റം പറയുന്നത് കേൾക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ പോവാ. മോനെ, ഞാൻ ഏട്ടാ, ഡോക്ടർ അപർണയുടെ വിവരം വല്ലതും അറിഞ്ഞോ? ഓ അതോ, ഡോക്ടർ യാത്രയ്ക്ക് പോയിരിക്കുകയാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഉവ്വ്. പക്ഷെ എവിടേക്ക്? അതറിയില്ല. ഏട്ടൻ അന്വേഷിച്ചില്ലെന്നർത്ഥം. ഞാൻ കീഴടങ്ങി. എന്റെ മോളെ, ദിവസം 1008 പ്രശ്നങ്ങളാ എനിക്ക്. നേര് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു പോലുമില്ല. അത്രയ്ക്ക് തിരക്കായിരുന്നു. മറന്നു. ഏട്ടനും എല്ലാരെയും പോലെയായി. നമ്മുടെ കാര്യം നടക്കുന്നത് വരെ ഡോക്ടർ ദൈവമായിരുന്നു. ആവശ്യം കഴിഞ്ഞപ്പോ ചവറ്റോട്ടിലേക്ക് എറിഞ്ഞു. മോളെ, അത് മനഃപൂർവ്വമല്ല, തക്ക കാരണം ഉണ്ടായിട്ടാ. അറിയാം, 1000 ന്യായങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. പക്ഷേ ഇതിന് നന്ദിയിടുന്ന മാത്രമേ ഞാൻ പറയൂ. എന്റെ ഗോപി, നീ എന്റെ അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ഒന്നും പറയണ്ട, ഏട്ടൻ പോയിക്കോളൂ. ഗോപി പ്ലീസ്. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കാം, ഉറപ്പ്.
ഗോപി പറഞ്ഞതാണ് ശരി. നന്ദികേട്. നാട്ടിലെ ചൊല്ലു കേട്ടില്ലേ? പാലം കടക്കോളം നാരായണ, പാലം കടന്നാൽ കൂരായണ. ആ, നീ തന്നെ ഇത് പറയണം. എടാ, ഡോക്ടർ അവരുടെ ബന്ധം മുറിക്കണമെന്നും അവരെ വീട്ടിൽ കയറ്റരുതും ഒക്കെ ഉപദേശിച്ചവനാ നീ. അതെ, പക്ഷെ നന്ദികേട് കാട്ടരുതെന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. ആ സ്ത്രീയെ വിളിച്ച് വീട്ടിൽ പാർപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ബന്ധം പുനഃസ്ഥാപിച്ചാൽ അവർ വല്ലാതെ അടുത്ത് കളയുമെന്നാ പേടി. അവരുടെ സൈക്കോളജി നമുക്കറിയില്ലേ? മകന്റെ ജീവിക്കുന്ന ഹൃദയത്തോടുള്ള ആകർഷണമാണത്. നിനക്കറിയോ, അവരിപ്പോഴും അവിനാശിന്റെ മരണാനന്തര കർമ്മങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല. അതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഗോപിയിൽ തുടിക്കുന്ന ഹൃദയത്തിലൂടെ അവിനാശ് ഇപ്പോഴും ജീവിച്ചിരിക്കുകയല്ലേ? അതാണ് എന്റെ പേടി. ഇനി ഗോപിയെ ഗോപിയായിട്ട് കാണാൻ അവർക്കാവില്ല. അവിനാശിന്റെ സ്ഥാനത്ത് അവർക്ക് ഗോപി. എന്തായാലും നീ അവരെ ഒന്ന് അന്വേഷിക്കണം. വീട്ടിൽ സുമിത്രാന്റി ഉള്ളതുകൊണ്ട് പഴയതുപോലെ ഇടിച്ചു കയറാനൊന്നും പോകുന്നില്ല. അല്ല, സുമിത്രാന്റിക്ക് മടങ്ങണ്ടേ? വൈകാതെ വേണ്ടിവരും. അപ്പൊ നിന്റെ കല്യാണം അധികം വൈകരുതെന്ന് അർത്ഥം. ഞാനങ്ങ് കെട്ടിവരട്ടെ. ഡോക്ടറെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളൂ കാര്യം. ഒരു തെറ്റും ചെയ്യാത്ത ഈ പാവം പിടിച്ച പെൺകുട്ടിയെ ഇങ്ങനെ എതിർക്കേണ്ട കാര്യമുണ്ടോ? ശരിയാ, അത് നേരിട്ടങ്ങ് ചോദിക്കുക. അയ്യോ, എന്തൊരു ചതിയായി ചെയ്തത്, ദുഷ്ടൻ. എന്തിനാ നാണിക്കുന്നേ? ദേ, നാവിൽ സരസ്വതിയുള്ള ഈ പാവം പെൺകുട്ടിയെ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടമായി. നീ ഇപ്പൊ തന്നെ എന്റെ മരുമോളായിട്ടെങ്കിൽ പോര്. എന്താ, റെഡിയാണോ? അയ്യടാ, പെണ്ണിന്റെ നാണം കണ്ടില്ലേ? കതിർ മണ്ഡപത്തിലേക്ക് വരുന്ന നവോദാണെന്ന വിചാരം. ഇത്തിരി മുമ്പ് നാവ് കൊണ്ട് ഉറുമി വീശിയ ഉണ്ണിയാഴ്ചയുള്ളൂ. എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കുന്നത്? അച്ചു, എന്റെ മോളെ ഇങ്ങനെ കളിയാക്കല്ലേ. ആ, അമ്മയെ സൂക്ഷിച്ചോണം. അമ്മായി അമ്മയെ പാഠം പഠിപ്പിക്കാൻ വരുന്ന പെണ്ണേ ഉള്ളു. നീ പോടാ, ഇവളെന്റെ മോളാ. വേണ്ട ഡോക്ടർ, മുറിച്ചു മാറ്റിയൊരു ബന്ധത്തെ കൂട്ടിയിണക്കാൻ ശ്രമിക്കണ്ട. അത് അവസാനിച്ചു, എന്നേക്കുമായി. ഇല്ല, ഒരിക്കലും അത് അവസാനിക്കില്ല. ഒരുപക്ഷെ നിനക്കതിന് കഴിയുമായിരിക്കും, പക്ഷെ എന്റെ മകനതിന് കഴിയില്ല. നീ തീർത്തും കൈയൊഴിഞ്ഞു എന്നറിഞ്ഞ അവന്റെ ഹൃദയം തകരും. മോളെ, യാചിക്കാണ് ഞാൻ, എന്റെ മോനെ കൈയൊഴിയരുത്. എന്തൊരു പരീക്ഷണമായത് ഡോക്ടർ. എന്തിനാ എന്നെ വെറുതെ വിട്ടൂടെ? മോളെ, എന്നെ ഒരു അമ്മയായി കാണാൻ നിനക്ക് കഴിയോ? എന്റെ മകന് വേണ്ടിയാണ് ഞാൻ നിന്നെ അകറ്റാൻ ശ്രമിച്ചത്. അതേ മകന് വേണ്ടി ഞാനിപ്പോ യാചിക്കാം. ഈ അമ്മയുടെ തെറ്റുകൾ നീ പൊറുക്കണം. എന്റെ മോള് മടങ്ങി വരണം. പ്ലീസ്, പ്ലീസ്.
ഹലോ. ഗോപികയാണ്. ആ മോളെ, മോളെ എന്താ വിളിച്ചത്? ഡോക്ടർ വീട്ടിലില്ലെന്ന് ഏട്ടൻ പറഞ്ഞു. കേട്ടപ്പോ എന്തൊരു വല്ലായ്ക തോന്നി. എവിടെയാന്ന് അറിയാനാ ഞാനിപ്പോ വിളിച്ചത്. ആ, ഞാനൊരല്പം ദൂരെയാണ്. സത്യത്തിൽ നിനക്ക് കൂടി വേണ്ടിയാ ഞാനിപ്പോ മാറി നിൽക്കുന്നത്. എനിക്ക് വേണ്ടിയോ? അതെ. തൽക്കാലം കൂടുതലൊന്നും ചോദിക്കണ്ട. ഒക്കെ ഞാൻ വന്നിട്ട് പറയാം. ശരി. ഡോക്ടർക്ക് അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? സുഖോ? ഞാനെന്ത് പറയാനാ? എന്തായാലും നീ വിളിച്ചത് നല്ല സമയത്താ. ഞാനൊരല്പം മനപ്രയാസത്തിലിരിക്കുകയായിരുന്നു. എനിവേ, താങ്ക് യു വെരി മച്ച്. ശരി അമ്മേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആകാശ്, ഞാനിവിടെ വന്നത് മോന് ബുദ്ധിമുട്ടായോ? എന്തിനാ വന്നത്? നീ ഇന്നലെ പോയപ്പോ മുതല് എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം. രാത്രി തീരെ ഉറങ്ങിയില്ല. പെട്ടെന്ന് കയറി വന്ന് മോനേന്ന് വിളിക്കുമ്പോ നിനക്കുണ്ടാവുന്ന വിഷമത്തെക്കുറിച്ച് ഞാൻ ഓർക്കേണ്ടതായിരുന്നു. നിന്റെ വീക്ഷണത്തിൽ ഞാൻ വലിയൊരു തെറ്റുകാരിയാണ്. പക്ഷേ സത്യം അതല്ല. അത് മോനെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല. അച്ഛനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ ഐ എം സോറി. ഈ സംസാരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും. അങ്ങനൊരു ഉദ്ദേശം എനിക്കില്ല. അമ്മയുടെ വശം കൂടി മോൻ അറിഞ്ഞിരിക്കണം എന്നൊരാഗ്രഹം. അതാ ഞാൻ വീണ്ടും വന്നത്. നിനക്ക് ബുദ്ധിമുട്ടായോ എന്ന് ചോദിച്ചാ നിനക്ക് കേൾക്കാൻ അത്ര താല്പര്യമില്ലെന്നർത്ഥം. പക്ഷെ ആകാശ്, ഒരു കൊലയാളിയാണെങ്കിൽ പോലും അയാളുടെ പക്ഷം മറ്റുള്ളവർ കേൾക്കാറില്ലേ? ആ ഒരു അവകാശമെങ്കിലും എനിക്ക് അനുവദിച്ചൂടെ? അത്ര വലിയ തെറ്റുകാരിയാണോ നിന്റെ അമ്മ? എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ നിന്റെ വാക്കുകൾക്കിടയിലെ മൗനം, അത് പലതും പറയുന്നുണ്ട്. എന്നെ അത് വല്ലാതെ തകർക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? നിങ്ങളുടെ വേർഷൻ ഞാൻ കേട്ടാ മതിയോ? Then okay, I'm ready. മതി, എനിക്ക് അത്രയും മതി. നിന്നോട് കുറേയേറെ പറയാനുണ്ട് എനിക്ക്. ഇവിടെ വെച്ച് വേണ്ട, നമുക്ക് ഹോസ്റ്റലിലേക്ക് പോവാം. ഓക്കെ, വരൂ. കുട്ടിക്കാലത്ത് അച്ചുവിനെയും നിന്നെയും കണ്ടാൽ എനിക്ക് പോലും മാറിപ്പോകുമായിരുന്നു. നീ അച്ഛനെ മാത്രം കണ്ടു വളർന്നതുപോലെ അവൻ അമ്മ മാത്രമായിരുന്നു എല്ലാം. അതെനിക്കറിയാം. അച്ഛനും ഞാനും അടുത്തടുത്ത് വരുമ്പോ നിങ്ങളോടൊപ്പം അവൻ ഓടി രക്ഷപ്പെട്ടിരുന്നത് അതുകൊണ്ടായിരുന്നല്ലോ. അത് തെറ്റാണ്. അച്ചുവിന് നിന്നെക്കുറിച്ചോ അവന്റെ അച്ഛനെക്കുറിച്ചോ ഒന്നും അറിയില്ലായിരുന്നു. ഇത്രയും വലുതായിട്ടും അച്ഛൻ ആരാണെന്ന് പോലും അവൻ ചോദിച്ചില്ലായിരുന്നു.
ചോദിക്കാഞ്ഞിട്ടല്ല, പലവട്ടം ചോദിച്ചു. ഓരോ തവണയും എന്റെ മുഖം കലങ്ങുന്നത് കാണുമ്പോൾ അവൻ ഒഴിഞ്ഞു മാറും. എന്റെ വേദന അവന് സങ്കല്പിക്കാൻ പോലും വയ്യാത്തതായിരുന്നു. മരിക്കുന്നവരെ അച്ചു ആ സത്യം അറിഞ്ഞില്ലെന്നാണോ? അതെ, ദുരന്തം ഉണ്ടാവുന്നതിന് 15 മിനിറ്റ് മുമ്പും ഞങ്ങൾ അതേക്കുറിച്ച് സംസാരിച്ചിരുന്നു. വീട്ടിലെത്തിയാലുടൻ അച്ഛനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും പറയാമെന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു. എന്നിട്ട് പിന്നെ എന്റെ അച്ചു വീട്ടിലെത്തിയതേ ഇല്ലല്ലോ. അച്ഛനാരാണെന്ന് അറിയുന്നതിന് മുൻപേ അവൻ പോയി. അമ്മ എന്താണെന്നറിയാതെ ഇവിടെ നീയും കഴിയുന്നു. എനിക്കറിയാം, നിന്നെ സംബന്ധിച്ചിടത്തോളം അമ്മയൊരു ദുഷ്ടയാണ്. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നിങ്ങളുടെ വശം എന്തു തന്നെയായാലും പറഞ്ഞോളൂ. തുറന്ന മനസ്സോടെ ഞാൻ കേട്ടോളാം. നിനക്കറിയോ എത്ര സന്തോഷത്തോടെയാണ് ഞങ്ങൾ ജീവിതം തുടങ്ങിയതെന്ന്? അച്ചു നീയും പിറന്നതോടെ ആ സന്തോഷം 10 മടങ്ങായി. എന്നാ ഒരു ദിവസം അതെല്ലാം തകർന്നു. എന്തരേണു ഞാൻ പറയുന്നത് മനസ്സിലാക്കി. എന്താ ഇങ്ങനെയൊക്കെ? ഏതാണ് ആ സ്ത്രീ? രേണു, C&G ഇലക്ട്രോണിക്സിലെ MD സെക്രട്ടറിയാണ്. അവർക്ക് ഇവിടെ എന്താ കാര്യം? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഈ രേണു വഴിയാണ് C&Gയുമായിട്ട് ഞാൻ ഒരു ടൈപ്പിന് ശ്രമിക്കുന്നത്. അത് നടന്നില്ലെങ്കിൽ ഒരു ഡീലർഷിപ്പ് എങ്കിലും ഇവള് വിചാരിച്ചാൽ അത് നടക്കും. MDക്ക് അവളെ അത്രയ്ക്ക് കാര്യമാണ്. പക്ഷെ എനിക്കങ്ങനെയല്ല തോന്നിയത്. C&G MDയോടല്ല, നിങ്ങളോടാണ് അവൾക്ക് ഇഷ്ടം. എന്നോട്? ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കൂ, ഈ ബിസിനസ് നിങ്ങളെ കണ്ണിൽ ചോരയില്ലാത്ത ഒരു വൃത്തിയിട്ടവനാക്കിക്കൊണ്ടിരിക്കുക. നീ എന്തൊക്കെയായി പറയുന്നത്? നിന്റെ ഹയർ സ്റ്റഡീസിനും കുട്ടികളെ പോറ്റാനും ഒക്കെ പൈസ വേണ്ടേ? അത് ഈ ബിസിനസ്സിൽ നിന്നാണ് കിട്ടുന്നത്. അത് കുറച്ച് ഫ്ലറിഷ് ചെയ്താലേ ഇനിയുള്ള കാലത്ത് ജീവിക്കാൻ ഒക്കൂ. ഇതാണോ ജീവിതം? ആത്മവഞ്ചന നടത്തിക്കൊണ്ടുള്ള ഈ ജീവിതം ആർക്കാ വേണ്ടത്? ചുമ്മാ വിട്ടിതം പറയാതിരിക്കുക. നീ പഠിച്ച സന്മാർഗ പാഠങ്ങൾ അനുസരിച്ചാൽ ഈ നാട്ടിൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റോപ്പ് ഇറ്റ്. ഒന്ന് നിന്നേ. ചെയ്ത വൃത്തികേടിന് ഇങ്ങനെ ഒരു ന്യായീകരണം വേണ്ട. എനിക്കൊന്നറിഞ്ഞാ മതി, ഞാനും മക്കളും കഴിയുന്ന ഈ വീട്ടില് ആ സ്ത്രീ എന്തിനു വന്നു? എന്തിനാ അവര് കരഞ്ഞോണ്ട് ഇറങ്ങി പോയത്? പറയാൻ. വെറുതെ ഇമോഷണൽ ആകേണ്ട കാര്യങ്ങളൊന്നും ഇതിലില്ല. നീ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആ സ്ത്രീയുമായിട്ട് ഒരിക്കലും ബന്ധവുമില്ല. സത്യമാണ് ഈ പറയുന്നത്? സൗകര്യം ഉണ്ടെ വിശ്വസിച്ചാൽ മതി. ഇതെന്ത് പാട്? നിന്നെയൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനേ എനിക്ക് സൗകര്യം ഉണ്ടാകുകയില്ല. ഓഹോ, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇനി ഒന്നും പറയണമെന്നില്ല.
ജീവിതത്തിന്റെ താളം തെറ്റാൻ തുടങ്ങി. ജീവിതത്തിലെ ഏറ്റവും കഷ്ടപ്പാട് നിറഞ്ഞ സമയമായിരുന്നു. ഇരട്ട കുട്ടികളെ വളർത്തുന്നതിനൊപ്പം എൻ്റെ പ്രൊഫഷൻ തുടരുന്നത് വളരെ ക്ലേശകരമായിരുന്നു. അതിനിടയിലാണ് അവൾ രേണു കടന്നു വന്നത്. ഒരു സാധാരണ സ്ത്രീയുടെ സംശയം നിറഞ്ഞ കണ്ണുകളിലൂടെ നോക്കിയതുകൊണ്ടല്ലേ ഈ കുഴപ്പം മുഴുവനുണ്ടായത്? ആദ്യം ഞാനും അങ്ങനെ തന്നെയാ കരുതിയത്. എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എൻ്റെ കുടുംബമായിരുന്നു. അതങ്ങനെ കൈവിട്ട് കളയാൻ ഞാൻ തയ്യാറുമല്ലായിരുന്നു. അതിനാൽ ഞാൻ കൂടുതൽ അന്വേഷിച്ചു. നിരാശ മാത്രമായിരുന്നു ഫലങ്ങളെല്ലാം. കൂടുതൽ മോശമായ സാഹചര്യങ്ങളിൽ ഞാൻ അവരെ കണ്ടു. നിങ്ങൾ കാരണമാണ് ആ സ്ത്രീ വിഷം കഴിച്ചത്. ഞാൻ കാരണം? നിനക്കെന്താ വട്ടുണ്ട്? പക്ഷേ അദ്ദേഹം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഹരിഹരനോട് ഞാൻ പറയും. കാരണം ഞങ്ങൾ അത്രയ്ക്ക് അകലെയായി കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം വരില്ല.